നമസ്കാരം. രാജ്യ തലസ്ഥാനത്ത് ഭാരത് മണ്ഡപത്തിൽ AI ഉച്ചകോടി നടക്കുകയാണ്. AI ഇമ്പാക്റ്റ് സമ്മിറ്റ് എന്ന പേരിലാണ് ആഗോള ഉച്ചകോടി നടക്കുന്നത്. ഇന്ത്യയുടെ ഒരു അഭിമാന പരിപാടിയാണ് ഇത്. ഏതാണ്ട് 20-ലധികം ലോക നേതാക്കളാണ് ഇതുവരെ AI ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ ഉച്ചകോടിയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ രംഗത്ത്, ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ ലോകത്ത് ഇന്ത്യ നേടിയ നേട്ടം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇതുവരെ നേടാൻ കഴിയാത്തതാണ്. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ഈ ഇടക്കാലത്തൊന്നും ഭാരതത്തിന് നടപ്പാക്കാൻ കഴിയുമെന്ന് ഭാരതം ഭരിച്ചിരുന്നവർക്കോ ഭാരതത്തിൽ ഭരിക്കപ്പെടുന്നവർക്കോ യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2014 ശേഷം ഈ രാജ്യത്ത് നടന്ന ഡിജിറ്റൽ വിപ്ലവത്തിൽ അത് സാധ്യമായി എന്ന് മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലൊന്നുമല്ല, ഇന്ത്യയിലാണ്. അതായത് അത്രമാത്രം വലിയ നേട്ടങ്ങൾ ഈ രാജ്യം നടത്തി കഴിഞ്ഞിരിക്കുന്നു, നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതേ രാജ്യം തന്നെ AI സാങ്കേതിക വിദ്യയിൽ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഉച്ചകോടി നടത്തുക എന്ന് പറഞ്ഞാൽ ആ രംഗത്തും ഇന്ത്യക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തെ ലോകം അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം ലോക നേതാക്കൾ ഇവിടെ എത്തിയത് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതായത് AI സാങ്കേതിക വിദ്യ രംഗത്ത് ഇന്ത്യക്ക് നിർണായകമായ ശക്തി ആയി ഉയരാൻ എല്ലാ കഴിവുകളും ഉണ്ട് എന്ന് ലോകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന സമയമാണ്. പക്ഷേ കോൺഗ്രസ് ഇതിനെ എതിർക്കുകയാണ്. അതായത് കോൺഗ്രസ് പറയുന്നത് ഒരു ചൈനീസ് ചന്തയാക്കി AI സമ്മിറ്റിനെ BJP സർക്കാർ മാറ്റിയെന്നാണ്. ചൈനയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായല്ലോ. ആ വിവാദങ്ങൾ വളരെ ചെറിയ വിവാദങ്ങളാണ്. പക്ഷേ ഈ പരിപാടിയുടെ വലിപ്പം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ വിവാദങ്ങളല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കോൺഗ്രസ് BJPയെ ഈ AI ഉച്ചകോടിയുടെ പേരിൽ ശക്തമായി തന്നെ എതിർക്കുകയാണ്. AI സാങ്കേതിക വിദ്യ രാജ്യം തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ ഈ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം എന്നറിയില്ല. എന്തായാലും അവർ ഈ പരിപാടിയെ ശക്തമായി തന്നെ എതിർക്കുകയാണ്. പക്ഷേ കോൺഗ്രസിനകത്തെ വിവരമുള്ള നേതാക്കന്മാരെല്ലാം ആ പരിപാടിയെ അംഗീകരിക്കുകയാണ്. ചിലർ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു, ചിലർ പരസ്യമായി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. അതിൽ പരസ്യമായി അംഗീകരിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് ശശി തരൂർ. ശശി തരൂർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, അതായത് AI സമ്മിറ്റ് രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തുന്ന ഒരു ഉച്ചകോടിയാണ്. നിരവധി ലോക നേതാക്കൾ അതിവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ പരിപാടികളിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകാം, അതിനെ അങ്ങനെ മാത്രമേ കാണാൻ പാടുള്ളൂ. അല്ലാതെ ലോകം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായി കാണുന്ന ഈ AI ഉച്ചകോടി രാജ്യത്തിന് അഭിമാനം എന്നാണ് ശശി തരൂർ പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്തയായി വരുന്നത് യൂത്ത് കോൺഗ്രസ് ഇന്ന് AI സമ്മിറ്റിൽ നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ വാർത്തയാണ്. അതായത് സുരക്ഷാ വീഴ്ച തന്നെ സംഭവിച്ചു, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തടയാൻ കഴിയുന്നില്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ AI സമ്മേളന വേദിയിലേക്ക് ഇരച്ചു കയറുന്നു, അവർ ഷർട്ട് ഊരി പ്രതിഷേധിക്കുന്നു. അവർ യഥാർത്ഥത്തിൽ പ്രതിഷേധിച്ചത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെയായിട്ടാണ്. അതായത് ട്രംപിന്റെ മുന്നിൽ മോദി കീഴടങ്ങിയിരിക്കുന്നു, രാജ്യത്തെ അടിയറവ് വച്ചിരിക്കുന്നു എന്നൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചപ്പോൾ സംഘാടകരും അവിടെ ഉണ്ടായിരുന്ന ലോക നേതാക്കൾ അടക്കമുള്ളവരെല്ലാം അമ്പരന്നു പോയി. അവർ അക്ഷരാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രകടനം കണ്ട് ഞെട്ടിപ്പോയി എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന വാർത്ത. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതൊന്നുമല്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചിരുന്നു എന്നത് സത്യമാണ്. AI സമ്മിറ്റിൽ എന്തിനാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം എന്നത് ആർക്കും പിടികിട്ടാത്ത കാര്യമാണ്. പക്ഷേ 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുന്നു. അവർ മോദിയുടെ ചിത്രമുള്ള ഒരു ടീഷർട്ട് വലിച്ചൂരുന്നു. അവിടെ ആ ടീഷർട്ടുമായി ഷർട്ടില്ലാതെ പ്രകടനം നടത്തുന്നു. അത് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അങ്ങനെ അവർക്ക് അതിനകത്ത് നിൽക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് അവരെ തുരത്തി ഓടിക്കുകയായിരുന്നു അവിടുത്തെ ആളുകൾ. ഓടി വേദിക്ക് പുറത്തേക്ക് അവർ ജീവനും കൊണ്ട് ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി പുറംപൊളിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പിന്നീട് പോലീസ് എത്തുന്നു, ഇവരെ തൂക്കിയെടുത്ത് അടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, FIR അടക്കം ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ നടപടി രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു രീതിയായി പോയി എന്ന് BJPയുടെ ശക്തമായ വിമർശനം വന്നു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഒരു ദേശീയ നാണക്കേടായി തന്നെ മാറുകയാണ്. ഭാരതത്തിൻ്റെ മൊത്തം അഭിമാനമാണ് ഇപ്പോൾ AI സമ്മിറ്റ് എന്ന് പറയുന്നത്. രാജ്യത്ത് നടക്കുന്ന AI വിപ്ലവത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിന് നൽകുക, ലോകത്തിന് പറയാനുള്ളത് കേൾക്കുക, ഇതൊക്കെയാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. അവിടെ കയറി അലമ്പുണ്ടാക്കി ദേശീയ നാണക്കേടായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഉള്ളത് എന്ന സംശയമാണ് ഇപ്പോൾ ദില്ലിയിലെ അടക്കം പറച്ചിൽ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.